ഓവുചാലിൻ്റെ മുകളിൽ റൂം ഞാൻ പോയി കണ്ടതാ. ഓവുചാലിൻ്റെ മുകളിൽ ഡ്രൈനേജിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 4 കാലുമ്മൽ വെച്ചിട്ടാണ് റൂം ഉണ്ടാക്കിയത്. കൊലക്കാർക്ക് പാളത്തിലുള്ള വാഴക്കൊല അനിൽകുമാർ, അത് സത്യമാണ്. അതായത് വാഴക്കൊല വിൽപ്പന നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ കടമുറികൾ എന്ന് പറയുന്നത് കല്ലൂത്താൻകടവിലെ ഫ്ളാറ്റുകൾ ഉൾപ്പെടെ മലിനജലം പോകുന്ന ഓവുചാലിന് മുകളിലാണ്. ഇന്നലെ പരാതി പറഞ്ഞപ്പോൾ ഞാനും അവിടെ പോയി നോക്കിയിരുന്നു. ചെറിയ ചെറിയ കടമുറികൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? കോർപ്പറേഷൻ ഇപ്പോൾ നറുക്കെടുത്ത് കൊടുത്ത കടകൾ പച്ചക്കറി മാർക്കറ്റുള്ള കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ തീരെ അസൗകര്യമായിട്ടുള്ളതാണ്. അവിടെ കാര്യമായിട്ടുള്ള റൂമുകൾ സ്വകാര്യ വ്യക്തികൾക്ക് വലിയ പണത്തിന് അവർ വിറ്റ് കഴിഞ്ഞതാണ്. എന്നിട്ട് ആർക്കും വേണ്ടാത്ത 65 വർഷം മുന്നേ പച്ചക്കറി മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഷോപ്പുകളുടെ അത്രത്തന്നെ വലുപ്പമില്ലാത്തതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ കച്ചവടത്തിന് തീരെ അനുയോജ്യമല്ല. ഇനി അഥവാ ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ ആളുകളെ മാറ്റുമ്പോൾ ഞങ്ങൾ മേയറോട് പറഞ്ഞു, അതായത് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് അവിടെ കിട്ടിയത് ചെറിയ മുറികളാണോ? ചെറിയ മുറികളാണ്, തീരെ സൗകര്യമില്ല. അവിടെ ആളെത്തിപ്പെടില്ല. ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്, ഓവുചാലിൻ്റെ മുകളിലാണ് 24 കടകളുള്ളത്. അതും പെട്ടിപ്പീട എന്ത് കടലക്കച്ചവടം ചെയ്യാൻ പറ്റുന്ന റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് അനുയോജ്യമല്ല. ഞങ്ങൾ പറഞ്ഞ ഈ മേഖലനെ ഒന്നായിട്ട് ഇവിടുന്ന് മാറ്റണം, അല്ലാതെ മാറൂല. ഇവിടെ തന്നെ വികസനം എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ 5.5 ഏക്കറുണ്ട്, ഇവിടെ 1.5 ഏക്കറുള്ളതെന്നാണ് പറയുന്നത്. അതങ്ങനെയാണോ സത്യം? അതെല്ലാം കളവ് പറയണാണ്. ഈ 5.5 ഏക്കർ ഉണ്ടാക്കിയിട്ട് അവിടെ ഇപ്പൊ കച്ചവടക്കാർക്ക് സൗകര്യമില്ലല്ലോ. നിങ്ങൾ പോയി കണ്ടിട്ടില്ലേ? നിങ്ങൾ അവിടെയും കൂടി ഒന്ന് പരിശോധിച്ച് ഇതിന് പറയും. അവിടെ ഓവുചാലിന് മുകളിൽ കടമുറികൾ കണ്ടിരുന്നു. അവിടെ പോയിട്ട് അങ്ങനെ അതന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. ഇവിടെ എത്ര വൃത്തിയുണ്ട്, അനേകം ഉദാഹരണമാണ്. പോണേനല്ല, അവിടെ സൗകര്യങ്ങൾ തീരെ വളരെ കുറവാണ്. അത്രേ ഉള്ളൂ. അനിൽകുമാർ, അതായത് ഇവിടെ 153ഓളം വ്യാപാരികളുണ്ട്. പതിറ്റാണ്ടുകളെ കച്ചവടം നടത്തുന്ന ആളുകളാണ്. അവർക്ക് അവിടെ കിട്ടിയത് ചെറിയ കടമുറികളാണെന്ന് പറയുന്നു. കാരണം അവിടെ 300-ലധികം കടമുറികളുണ്ട്. അതിൽ ചെറുതും വലുതുമായ കടമുറികളുണ്ട്. അതായത് നിലവിൽ വ്യാപാരം ചെയ്യുന്ന അവരുടെ അത്രയും തന്നെ പുതിയ വ്യാപാരികൾ കൂടി അവിടെ അവസരം കിട്ടും. ആ പുതിയതായിട്ട് നിർമ്മിച്ചിരുന്ന വലിയ മുറികൾ പുറമെയുള്ള പുതിയ കച്ചവടക്കാർക്ക് സ്വകാര്യ കമ്പനി നൽകിയെന്ന ആരോപണമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. കാരണം അത് സ്വകാര്യ കമ്പനിക്ക് BOT അടിസ്ഥാനത്തിൽ കൊടുത്ത സ്ഥലമാണ്. 30 കോടി രൂപയുടെ സ്ഥലമാണ്. കോളനി ഒഴിപ്പിച്ച് നൽകിയ സ്ഥലമാണ്. അവിടെ 100 കോടി രൂപയുടെ കെട്ടിടമാണ് സ്വകാര്യ കമ്പനി വർഷങ്ങൾക്ക് വേണ്ടി പാട്ടത്തിനെടുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ മുടക്കുമുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടി അവരാണ് ഇനി വാടകയൊക്കെ തന്നെ അവിടെ നിശ്ചയിക്കുക. വലിയ സ്ഥല സൗകര്യമുള്ള വലിയ മുറികൾ പുതിയ കച്ചവടക്കാർക്ക് ഉയർന്ന വാടകയ്ക്ക് നൽകിയെന്നാണ് നിലവിലെ ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. നിലവിൽ വർഷങ്ങളായി പാളയം മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ചെറിയ കുടുസുമുറികൾ നൽകി. ഒപ്പം തന്നെ വാഴക്കുല കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഓവുചാലിന് മുകളിൽ നിർമ്മിച്ച ചെറിയ മുറികളാണ് നൽകിയത് തുടങ്ങിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. അവിടെ ഓവുചാലിന് മുകളിൽ ഉൾപ്പെടെ കടമുറികൾ നിർമ്മിച്ചു വന്നത് യാഥാർത്ഥ്യം കൂടിയാണ്. ആ തരത്തിൽ വലിയ രീതിയിൽ ഒരു കെട്ടിട നിർമ്മാണം അവിടെ നടത്തിയിട്ടുണ്ട്. വലിയ മുറികളും ചെറിയ മുറികളുമുണ്ട്. പക്ഷേ ഇവർ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും. ഇതിനു മുൻപും വലിയ പ്രതിഷേധങ്ങൾ ഇവിടുത്തെ വ്യാപാരികൾ മാറ്റുകയാണെങ്കിൽ പോകാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ചുപേര് ഇവിടെ ഈ പാളയം മാർക്കറ്റിൽ നിലനിർത്തുന്നുണ്ടോ? അരുൺകുമാർ, അതായത് കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനം എന്ന് പറയുന്നത് ഈ പാളയം മാർക്കറ്റ് പൂർണ്ണമായും പുതിയ പാളയം മാർക്കറ്റിലേക്ക്, കല്ലൂത്താൻകടവിലെ മാർക്കറ്റിലേക്ക് മാറ്റുകയെന്നാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. അതിനുശേഷം ഇവിടെയുള്ള പാളയം മാർക്കറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റെന്തെങ്കിലും നിർമ്മിക്കാം എന്ന തീരുമാനത്തിലാണ്. അതെന്താണ് തീരുമാനമെന്ന് കോർപ്പറേഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ഈ പഴയ പാളയം മാർക്കറ്റ് എന്ത് ചെയ്യുന്ന കാര്യത്തിൽ കോർപ്പറേഷൻ അന്തിമമായി തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഈ പതിറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന ഈ പാളയം മാർക്കറ്റിലെ ഈ കച്ചവടക്കാരെ പൂർണ്ണമായും അവിടേക്ക് ഒഴിപ്പിക്കാം എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ളത്. അങ്ങനെ ഒഴിപ്പിച്ച ശേഷം ഈ സ്ഥലം ഇത് 1.5 ഏക്കർ ഉള്ളെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റാൻഡിന്റെ അകത്തോട്ട്, ഈ പാളയം മാർക്കറ്റിന്റെ അകത്തോട്ടൊന്ന് കയറാം. ഇതാണ് പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒന്ന്, നിലവിലുള്ള പാളയം മാർക്കറ്റിനേക്കാൾ സൗകര്യമുള്ള സ്ഥലത്താണോ ഈ പുതിയ മാർക്കറ്റ് വന്നിരിക്കുന്നത്? ഇതിനേക്കാൾ സൗകര്യമുള്ള സ്ഥലത്താണോ അവിടെ മാർക്കറ്റ് വന്നത്? തീർച്ചയായിട്ടും അല്ല. ഇത് ഭയങ്കര അനാസ്ഥയാണ് വന്നത്. കാരണം വെച്ചാൽ ഒരു ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിംഗ് എടുത്തിട്ട് താഴെ ഫുള്ള് ഓലതായ ആളുകൾക്ക്, വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് താഴെയുള്ള മെയിൻ സ്റ്റാളുകളിൽ കൊടുത്ത് ഇവിടെ ലൈസൻസുകൾക്ക് ഈ 40 സ്റ്റെപ്പ് കയറിയിട്ട് വേണം പച്ചക്കറി ബിസിനസ് ചെയ്യാൻ. ഈ കാലഘട്ടം 3-ാം നിലയിലോ 2-ാം നിലയിലോ? 2-ാം നിലയിൽ. അതിൻ്റെ 3-ാം നിലയിൽ 2-ാം നിലയായിട്ടാണ് ഇവിടെ പാളയം പച്ചക്കറി മാത്രമല്ല ഇവിടെ നിലനിൽക്കണേ. ഇവിടെ ഇതോടനുബന്ധിച്ചിട്ട് തൈര്, ഇലക്കച്ചവടം, മിഠായി കച്ചവടം, പല ഫ്രൂട്ട്സ് പലതും ഇവിടെ ഉൾക്കൊണ്ടിട്ട് 5000-ൽ പരം ആളുകൾ ജീവിക്കുന്ന മേഖലയാണിത്. പക്ഷേ ഇത് ഒരു നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഓല പൂങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഒഴിവാക്കപ്പെടുന്നത്. ഇവിടെയുള്ള ഒരു തൊഴിലാളി പോലും, ഒരു തൊഴിലാളിയോ ഒരു വ്യാപാരി പോലും അവിടെ കട തുറക്കാൻ തയ്യാറില്ല. ഓല് ഇപ്പോൾ പുറത്ത് കൊടുത്ത ആളുകളാണ് കട തുറക്കുന്നത്. ഇന്നലെ രാത്രി ഒരു ലോഡ് ഉള്ളി അവിടെ വന്നിരുന്നു. അത് ആരിറക്കി? ഇവിടുത്തെ വ്യാപാരിയാണോ? വ്യാപാരികളല്ല, അത് ഇവിടെയുള്ള വ്യാപാരികളല്ല ഇറക്കിയത്. അത് വേറെയുള്ള പുറമെയുള്ള വ്യാപാരികളാണ് ഇറക്കിയത്. ഈ ലോഡിംഗ് സെക്ഷനിലുള്ള പോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഓർക്ക് 104 പണിക്കാരുണ്ട് ലോഡിംഗ് സെക്ഷനിൽ. ഈ 104 പണിക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഓർക്ക് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഓരോ പണി നഷ്ടപ്പെടും എന്നുള്ള
കാഴ്ചപ്പാടിൽ ഒരു കുറച്ചാൾ പോയി ലോഡ് ഇറക്കി അതിന് നല്ല പ്രതിഷേധം ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ പാളയം മാർക്കറ്റ് രണ്ടായി മുറിഞ്ഞു പോവോ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും മുറിയാൻ പാടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലേ, ഇവർക്ക് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യാം. ഇവിടെ ഡെവലപ്പ് ചെയ്തൂടെ? ഇവിടെ എന്തൊക്കെ ചെയ്യാം? ഞങ്ങൾക്ക് എന്താ ആവശ്യപ്പെടാനുള്ള വെച്ച് താഴത്തെ ഒരു ഓപ്പൺ മാർക്കറ്റ്, ഒരു പാളയം മാർക്കറ്റ്, ഒരു മുകളിലേക്ക് 100 നില എടുത്താലും ഞങ്ങൾക്ക് പരാതിയില്ല. അതാണ് ഇവർ ചെയ്യേണ്ടത്. ഇവരിത് ബൂർഷ മുതലാളിമാർക്ക്, വലിയ മുതലാളിമാർക്ക് വലിയ പൈസക്ക് 500 കോടി റുപ്യാണ് കളിക്കണേ. അത്രയും വലിയ പേയ്മെന്റിന് ഈ സ്ഥലം വിൽക്കാൻ തയ്യാറാവാം. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ പാളയം മാർക്കറ്റിലെ ഈ ഗതാഗത കുരുക്ക് വലിയ പ്രശ്നമാണെന്ന് അവർ പറയുന്നുണ്ട്. സാറേ, ഗതാഗത കുരുക്കില്ലാത്ത സ്ഥലം ഏതാണല്ലോ സാറേ? ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ ലുലു വന്നിടത്തും ഗതാഗത കുരുക്കാണ്. മീഞ്ചത ബൈപ്പാസിൽ ഗതാഗത കുരുക്കാണ്. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ രാവിലെ ഒരു 9 മണി വരെ ഇവിടെ ഒരു ടേൺ രൂപീകരിച്ചിട്ട് ഇവർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഗതാഗത കുരുക്കില്ല. ഒരു മനഃപൂർവ്വം ഇവിടെ ഈ മാർക്കറ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗതാഗത കുരുക്ക് ഉണ്ടാക്കുകയും. ഞാനൊന്ന് അഭിജിത്തിലേക്ക് കൂടി പോകട്ടെ. പ്രേക്ഷകർ കാണുന്ന രണ്ടാമത്തെ നേതൃത്വത്തിലുള്ള വ്യാപാരി വ്യവസായി സമിതി ഈ പരിപാടിയെ സ്വാഗതം ചെയ്യുന്ന, പുതിയ മാർക്കറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു മാർച്ചാണ് ഇപ്പോൾ കാണുന്നത്.